നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്ന് കേരളം വിധി എഴുതാൻ പോവുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള 7 ജില്ലകൾ ഇന്ന് വിധിയെഴുതും. 7 ജില്ലാ പഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 471 ഗ്രാമപഞ്ചായത്തുകൾ, 39 മുനിസിപ്പാലിറ്റികൾ, കൊല്ലം, എറണാകുളം, തിരുവനന്തപുരം കോർപ്പറേഷനുകളുമാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക. 11,168 വാർഡുകളിലായി 15,441 പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ് സമയം. 6 മണിയോടെ മുഴുവൻ ബൂത്തുകളിലും മോക്ക് പോൾ ആരംഭിക്കും. ഒപ്പത്തിനൊപ്പം നിന്ന പ്രചാരണത്തിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രതീക്ഷയിലാണ്. വിവരങ്ങളുമായി റഹീസ് റഷീദ്, ഹരിമോഹൻ, പ്രവീൺ പുരുഷോത്തമൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം റഹീസിലേക്കാണ്. റഹീസ്, അങ്ങനെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഒരുങ്ങുകയാണ് കേരളം. മണിക്കൂറുകൾ മാത്രം ബാക്കിയാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ. എല്ലാ ഒരുക്കങ്ങളും ഇതിനകം സജ്ജമായി കഴിഞ്ഞു. ശ്രുതി, ആദ്യഘട്ട വോട്ടെടുപ്പിന് വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയാൽ മാത്രം മതി. ബാക്കി എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലുള്ള പീപ്പിൾസ് നഴ്സറിയുടെ സ്ഥലത്താണ്. ഈ പ്രദേശത്ത് ഇവിടെ തൈക്കാട് വാർഡിലെ സ്ഥാനാർത്ഥികളുടെ വോട്ടാണ്. തൈക്കാട് വാർഡിൽ വരുന്നതാണ് ഇവിടെയുള്ളത്. കസ്തൂരി അനിരുദ്ധൻ, യോഗി മണികാന്ത സരസ്വതി, മനോജ് ആർ, MR മനോജ്, G വേണുഗോപാൽ എന്നിവർ മത്സരിക്കുന്ന അവർക്ക് വോട്ട് ചെയ്യേണ്ട ബൂത്താണ്. എല്ലാ ഒരുക്കങ്ങൾ രാവിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ രാവിലെ അവരുടെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കുടിവെള്ള സൗകര്യം വോട്ടർമാർക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. റാമ്പ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകതയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതാണ്. അംഗവൈകല്യമുള്ള ആളുകൾക്ക് കയറാൻ വേണ്ടിയുള്ള പ്രത്യേകമായ റാമ്പ് എല്ലായിടത്തും സജ്ജമാക്കുമെന്ന് അതും സജ്ജമാക്കിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് പോയാൽ പോളിംഗ് ഓഫീസർമാർ റെഡിയായി വരുന്നു. അവരവരുടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇവിടെ പൂർത്തിയാക്കുകയാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് ഒക്കെ ഇവിടെ ഇരിക്കുന്നത് കാണാം. അവരത് ബാക്കി അറേഞ്ച്മെൻറ്റ്സ് നടത്തുകയാണ്. ഇനി ജസ്റ്റ് കുറച്ച് സമയത്തെ പരിപാടി കൂടെ ഉള്ളൂ അല്ലേ? അല്ല, കുറച്ചുകൂടെ ഉള്ളൂ. 6 മണിക്ക് ട്രയൽ കിടക്കും. ബാക്കി അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ കണക്ക് എല്ലാ സജ്ജീകരണവും ഇവിടെ ഈ പ്രദേശത്തുള്ള വേറെ വിഷയങ്ങളൊന്നുള്ള പ്രദേശങ്ങളല്ല. എന്നാലും നല്ല രീതിയിൽ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നല്ല രീതിയിൽ മാക്സിമം ആൾക്കാരെ കൊണ്ടുവന്ന് പോൾ ചെയ്യിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ എത്ര വോട്ടുണ്ട്? ഇവിടെ 1386 വോട്ടുണ്ട്. എത്ര വോട്ടും പോൾ ചെയ്യട്ടെ എന്നാണ് ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പറയാനുള്ളത്. ഒരു 1000 വോട്ടൊക്കെ നടക്കുമോ? ഉദ്യോഗസ്ഥനല്ല, ഞാൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയുടെ ഏജന്റാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സാർ നിങ്ങൾ ഉദ്യോഗസ്ഥരല്ലേ? പോളിംഗ് ഓഫീസേഴ്സാണ്. 6 മണിക്ക് മോക്ക് പോളിംഗ്. അതെ, തുടങ്ങും. 6 മണിക്ക് തുടങ്ങും. വോട്ടിംഗ് മെഷീനൊക്കെ സെറ്റല്ലേ? അങ്ങനെ ഒരു പ്രശ്നമുള്ള സ്ഥലമൊന്നും അല്ലെന്ന് തോന്നുന്നു അല്ലേ? ഇല്ലെന്നാണ് ഇവിടെ അറിഞ്ഞത്. ഇവിടെയാണ് ഇതിനുള്ള ക്രമീകരണങ്ങൾ. ഇവിടെ നിന്ന് വോട്ട് ചെയ്യാം. ഇപ്പോൾ വോട്ടിംഗ് തുടങ്ങാത്തത് കൊണ്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് കയറിയത്. അല്പസമയത്തിനകം 6 മണി തൊട്ട് പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് പ്രവേശനവുമില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ഇത്തവണ കഴിഞ്ഞ കാലങ്ങളിലൊന്നും കാണാത്ത തരത്തിലുള്ള വലിയൊരു മത്സരം കണ്ട ഒരു കാഴ്ച ഇത്തവണ ഉണ്ടായിരുന്നു. ഏത് വിധേനയും ഇവിടം ഭരണം നിലനിർത്തുക എന്നതാണ് LDFനെ സംബന്ധിച്ച് ഉള്ള ഏറ്റവും വലിയ വെല്ലുവിളി. BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും 35 സീറ്റ് വീതം മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത്. അതിലൊരു സീറ്റ് ഉപതെരഞ്ഞെടുപ്പിലൂടെ പരാജയപ്പെടുകയും ചെയ്തു. കോൺഗ്രസിനെ സംബന്ധിച്ച് വെറും 10 സീറ്റ് മാത്രമാണ് 100 അംഗങ്ങളുള്ള ഈ കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നത്. അത് അവർക്ക് നില മെച്ചപ്പെടുത്തണം. അതിനാണ് KS ശബരിനാഥനെ മുൻനിർത്തി പോരാട്ടത്തിനിറങ്ങിയത്. ഏതാണ്ട് 4-5 സ്ഥലത്ത് റിബലുകൾ, വിമതന്മാർ, സ്വതന്ത്രർ വലിയ പോരാട്ടം നടത്തുന്ന കാഴ്ചകൾ കണ്ടു. CPMനെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ 3 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ വിമതരായി മത്സരിക്കുന്ന അത്യപൂർവ കാഴ്ചയും ഇത്തവണ ഉണ്ടായിരുന്നു. വീറും വാശിയും ഏറിയ തെരഞ്ഞെടുപ്പിൽ ഓരോ വിഷയങ്ങളും മാറി പറഞ്ഞു. പ്രത്യേകിച്ച് CPMനെ സംബന്ധിച്ച് അവരാണ് ക്ഷേമ പെൻഷൻ അടക്കമുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ ഊന്നി തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കാൻ പറ്റിയത്. രാഹുൽ മാങ്കൂട്ടം വിഷയം അത്ര സജീവമായി ചർച്ച ചെയ്തോ എന്ന് ചോദിച്ചാൽ CPM ചെയ്തില്ല. കാരണം അവർക്ക് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഊന്നിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിരുന്നു. UDFനെയും BJPയെയും സംബന്ധിച്ച് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള അവരുടെ വജ്രായുധം ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട
പലതരത്തിലുള്ള വിവാദങ്ങളും രാഷ്ട്രീയമായി അവർ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകിയ തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു ഇത്തവണ. അതുകൊണ്ട് അതിൻ്റെ ഗുണമുണ്ടാകുമോ ഇല്ലയോ എന്നത് വോട്ടെടുപ്പിന് ശേഷം മാത്രമേ മനസ്സിലാകൂ. CPIMനെ സംബന്ധിച്ച് മേയർ സ്ഥാനാർത്ഥികളായി 2 പേരാണ് മത്സരിക്കുന്നത്. പേട്ട വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗം SP ദീപക്കാണ് അതിലൊന്ന്. മറ്റൊന്ന് പുന്നക്കാമുകൾ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന മറ്റൊരു ജില്ലാ കമ്മിറ്റി അംഗമായ RP ശിവജിയാണ് മറ്റൊന്ന്. UDFനെ സംബന്ധിച്ച് അവർ ഞങ്ങളുടെ മേയർ സ്ഥാനാർത്ഥി ആരാണ് എന്ന് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുൻ അരുവിക്കര MLA KS ശബരിനാഥിൻ്റെ പേരാണ് അവർ ഉന്നയിച്ചിരിക്കുന്നത്. BJPക്കും 2 മേയർ സ്ഥാനാർത്ഥികളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. അത് ഒന്ന് അവരുടെ അവരുടെ കാലാകാലങ്ങളായിട്ടുള്ള നേതാവായ VV രാജേഷാണ്. കഴിഞ്ഞ കോർപ്പറേഷൻ കൗൺസിലിലും അദ്ദേഹം ഉണ്ടായിരുന്നു. മറ്റൊന്ന് പുതുമുഖമായി BJPയിലെത്തിയ റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥയായ R ശ്രീലേഖയാണ്. R ശ്രീലേഖ ശാസ്തമംഗലം വാർഡിൽ നിന്നാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അവരുടെ സിറ്റിംഗ് വാർഡ് കൂടിയാണ്. അത് നിലനിർത്താൻ ശ്രീലേഖയ്ക്ക് പറ്റുമോ എന്നതാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉദ്യോഗജനകമായി നോക്കിക്കാണുന്ന പ്രധാനപ്പെട്ട കാര്യം. നിരവധി പ്രമുഖർ വോട്ട് ചെയ്യുന്ന ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് ആണിത്. ഇത് ഗവർണർ അടക്കമുള്ള ആളുകൾ, ഒപ്പം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, SRP, ഒപ്പം AK ആൻ്റണിയെ പോലുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന രാജ്യത്തെ തന്നെ നേതാക്കൾ ഒരാളായ അത്തരം ആളുകൾ, സിനിമാ താരങ്ങളടക്കമുള്ള നിരവധി പേർ ആ തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം ഒരു 2ാം ഘട്ടം നടക്കുന്നതിന് മുമ്പുള്ള ഒരു ടെസ്റ്റ് ഡോസാണ്. ഇതിൽ ഏതാണ്ട് 480 പ്രശ്നബാധിത ബൂത്തുകളാണുള്ളത്. ആ ബൂത്തുകളിലെല്ലാം വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ പണ്ടത്തെ കാലത്തെ പോലെ പ്രശ്നബാധിത ബൂത്തുകളെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പ്രശ്നമുണ്ടാകുന്ന തരത്തിൽ കാണേണ്ടതില്ല എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതൊരു കാലാകാലങ്ങളായി ചില പ്രശ്നങ്ങളുള്ള ബൂത്തുകൾ എന്ന നിലയിൽ മാത്രമാക്കിയതാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത ഒന്നുമില്ല എന്ന് പറഞ്ഞു. ക്ലിമീസ് കാത്തോലിക്ക വാവയെ പോലുള്ളവർ രാവിലെ തന്നെ വോട്ട് ചെയ്യുന്നുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ്റെ വോട്ട് തിരുവനന്തപുരത്താണ്. അദ്ദേഹവും രാവിലെ തന്നെ വോട്ട് ചെയ്യും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ പോളിംഗ് ബൂത്തിൻ്റെ ഏതാണ്ട് 100 മീറ്റർ അകലെ വലിയ തോതിൽ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സും ബോർഡുകളുമൊക്കെ വെച്ച് അവസാനവട്ട വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഇവിടുത്തെ ഒരു ഓളം കണ്ട് ഇന്നയാൾക്ക് വോട്ട് ചെയ്യണമെന്ന് തോന്നിയാൽ അത് ഞങ്ങൾക്ക് കിട്ടട്ടെ എന്ന തരത്തിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള അലങ്കാരങ്ങളും മറ്റും ഓരോ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് വരുന്ന സ്ഥലത്ത് ഒരുക്കിയിട്ടുമുണ്ട്. എന്തായാലും നമ്മളും അതിനൊപ്പം റെഡിയാണ്. ഇനി മോക്ക് പോളിംഗ് 6 മണിക്കാണ്. വോട്ടർമാർ അത് കഴിഞ്ഞ് അതിനു മുമ്പ് തന്നെ എത്തുമെന്ന് കരുതുന്നു. ആദ്യ വോട്ടർ ആരാണ് എന്നതൊക്കെ നമുക്ക് അല്പസമയത്തിനകം കാണിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും എന്തായാലും എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു.